വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഉടനടി നടപടി. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു അറിയിപ്പാണിത്. ഈ അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലെ പൊതുസ്ഥലങ്ങളിൽ ബാനറുകൾ, ബോർഡുകൾ, ഫ്ലെക്സുകൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നതായി മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് 3 ദിവസത്തിനകം നീക്കം ചെയ്യാത്ത പക്ഷം തിരുവല്ല മുനിസിപ്പാലിറ്റി സ്വന്തം ചിലവിൽ നീക്കം ചെയ്യുകയും ആയതിൻ്റെ വില വ്യക്തികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും. മുനിസിപ്പാലിറ്റിയുടെ സീലും മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഒപ്പുമൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ പറയും. മേഡം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഉച്ചയ്ക്കായപ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത്. ഈ ഫുട്ബോളിനെതിരെ നമ്മുടെ ബോർഡുകളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ സീലും ഒപ്പും വെച്ച ഒരു വ്യാജ മെസ്സേജായിരുന്നു വന്നത്. അത് മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഒപ്പിട്ടതാണെന്നാണ് പറഞ്ഞാൽ വന്നത്. എന്നാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഒപ്പിട്ടതല്ല, നമ്മുടെ സീലും നമ്മുടേതായിട്ടുള്ളതല്ല. അത് വ്യാജ മെസ്സേജായിട്ട് ഒരു സീലൊക്കെ ഉണ്ടാക്കി ആരോ തയ്യാറാക്കിയതാണ്. അത് തിരുവല്ല മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു പത്രമാധ്യമങ്ങളും ഒരുപാട് ഈ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോളിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും നമ്മുടേതല്ല, ഇതൊരു ഫേക്ക് മെസ്സേജാണ്. ഇതിൽ കാണുന്ന സീൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സീലല്ല. അല്ല, സീലല്ല. മുനിസിപ്പൽ സെക്രട്ടറിയുടെ സൈനും വ്യാജമാണല്ലേ? വ്യാജമാണ്. മുനിസിപ്പൽ സെക്രട്ടറിയുടെ സൈൻ ഇങ്ങനെയല്ല. ഇതെല്ലാം വ്യാജ മെസ്സേജാണ്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തിരുവല്ല കോട്ടാലിയിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ച ആളുകളിൽ ഒരാൾ, ഒരു ഫുട്ബോൾ പ്രേമി, നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പേരിൽ ഒരു ഉത്തരവ് കണ്ടപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി. കാരണം വെച്ചാൽ വർഷങ്ങളോളം ഞങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ ആരാധകർ, അതായത് അർജൻറ്റീന ഫ്രണ്ട്സ്, ബ്രസീലിലെ ഫാൻസുകൾ എല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ സാമ്പത്തികം മുടക്കി ഞങ്ങൾ തന്നെ പൈസകൾ കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ വലിയ ഊറ്റൻ ഇതൊക്കെ കൊടുത്തു. ഞങ്ങൾക്കൊരു വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഉള്ളത് ഭയങ്കര പ്രയാസം തോന്നി. ഞങ്ങളുടെ ഇനിയും വെക്കാനുള്ള ബ്രസീലിൻ്റെ ഫാൻസുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വ്യാജമാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു അമർഷം തോന്നിയായിരുന്നു ഈ ഉത്തരവ് കണ്ട പോലെ. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവിടെ ഒത്തിരി ഫ്ലക്സുകളൊക്കെ വെക്കുവാനിടയായിട്ടുണ്ട്. അന്നൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഫുട്ബോൾ പ്രേമികൾ ഇങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾ അംശം തോന്നി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് കണ്ടപ്പോൾ വളരെ ദുഃഖം ഞങ്ങൾക്ക് ഉണ്ടാകുവാനിടയായി. ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് വ്യാജമാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ഒരു നോട്ടീസിൽ തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന മുനിസിപ്പൽ സെക്രട്ടറിയും മുനിസിപ്പൽ ചെയർപേഴ്സണും വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ മുനിസിപ്പൽ ഏരിയയിൽ നടത്താറുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഫുട്ബോളിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇല്ല അത് മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരു ഉത്തരവ് തിരുവല്ല മുനിസിപ്പാലിറ്റി ഇറക്കിയിട്ടില്ല. ഈ വ്യാജ ഉത്തരവ് നിർമ്മിച്ചവർക്കെതിരെയും ഇത് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും ഇപ്പോൾ തിരുവല്ല മുനിസിപ്പാലിറ്റി ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തിരുവല്ലയിലെ മാത്രം വിഷയമല്ല. പല പഞ്ചായത്തുകളുടെ പേരിലും സമാനമായ രീതിയിൽ തന്നെ വ്യാജ അറിയിപ്പുകൾ നിർമ്മിച്ചുകൊണ്ട് അതാത് മേഖലകൾ കേന്ദ്രീകരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ആരോ പ്രചരിപ്പിക്കുകയാണ്. പഞ്ചായത്തുകളുടെ പേരും സീലും മാത്രമാണ് മാറ്റുന്നത്. എല്ലാ വ്യാജ അറിയിപ്പുകളിലും വന്നിട്ടുള്ള ഒപ്പ് ഒന്നാണ് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും തിരുവല്ല മുനിസിപ്പാലിറ്റി ഇതിനെതിരെ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറാമാൻ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.